നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മിൽമയിൽ വൻ അഴിമതി, ശബരിമല നെയ്യ് മറിച്ചു വിറ്റു. മഹാരാഷ്ട്രയിൽ പാൽ കരാറിലും തട്ടിപ്പ്. തിരുവനന്തപുരം മേഖലാ ഭരണസമിതി പിരിച്ചുവിട്ടു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ശബരിമല ക്ഷേത്ര ആവശ്യങ്ങൾക്കായി നൽകിയ മിൽമ നെയ്യ് മറിച്ചു വിറ്റതിലും മഹാരാഷ്ട്രയിൽ നിന്ന് പാൽ എത്തിക്കുന്നതിന് ടെൻഡർ നടപടികളില്ലാതെ ഉയർന്ന നിരക്കിൽ ടാങ്കർ കരാർ നൽകിയതിലും കടുത്ത സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ ഭരണസമിതിയെ പിരിച്ചുവിട്ടു. മണി വിശ്വനാഥ് ചെയർപേഴ്സണായ ഇടതുപക്ഷ ഭരണസമിതിക്കെതിരെയാണ് ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ശാലിനി ഗോപിനാഥ് നടപടിയെടുത്ത് ഉത്തരവിറക്കിയത്. ഭരണസമിതിയെ മാറ്റിയതിനെ തുടർന്ന് ഭരണനിർവഹണത്തിനായി ക്ഷീരവികസന വകുപ്പ് ജോയിന്റ് ഡയറക്ടർ സിനി ഉണ്ണികൃഷ്ണനെ അഡ്മിനിസ്ട്രേറ്ററായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വരുന്ന 6 മാസത്തിനുള്ളിൽ നിയമപ്രകാരം പുതിയ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭരണസമിതിക്ക് ചുമതല കൈമാറണമെന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 4 വർഷത്തിലേറെയായി മേഖലാ യൂണിയൻ ഭരണസമിതി നടത്തിയ ക്രമക്കേടുകളുടെയും അഴിമതികളുടെയും ആഴം വളരെ വലുതാണെന്ന് ക്ഷീരവികസന വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. ഭരണസമിതിയിലെ ചിലർ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് വഴിവിട്ട നിയമവിരുദ്ധ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയതായും അന്വേഷണത്തിൽ കണ്ടെത്തുന്നുണ്ട്. തീരുമാനങ്ങളിൽ അഴിമതി നടത്താനും ബന്ധപ്പെട്ട തെളിവ് ഫയലുകൾ നശിപ്പിക്കാനും സാധ്യതയുള്ളതിനാലാണ് ബോർഡിനെ അടിയന്തരമായി പിരിച്ചുവിട്ടതെന്ന് അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മിൽമയും തമ്മിലുള്ള ഔദ്യോഗിക കരാർ പ്രകാരം 1,70,000 ലിറ്റർ നെയ്യ് ശബരിമലയിലും പമ്പയിലും എത്തിക്കേണ്ടതായിരുന്നു. പൊതുവിപണിയിൽ ലിറ്ററിന് 720 രൂപ വിലയുള്ള മിൽമ നെയ്യ് 540 രൂപ നിരക്കിലാണ് ദേവസ്വം ബോർഡിന് നൽകാൻ ധാരണയായത്. മിൽമ ഡയറിയിൽ നിന്നും അയച്ച ഉന്നത ഗുണനിലവാരമുള്ള ഈ നെയ്യ് വഴിമധ്യേ മറ്റ് സ്വകാര്യ ഏജൻസികൾക്കും വിപണികൾക്കും മറിച്ചു വിൽക്കുകയായിരുന്നു. പകരമായി തമിഴ്നാട്ടിൽ നിന്നുള്ള ഗുണനിലവാരം കുറഞ്ഞ നെയ്യ് ശബരിമലയിലേക്ക് എത്തിച്ച് ഭക്തരെ വഞ്ചിക്കുന്ന തട്ടിപ്പാണ് നടന്നത്. ലിറ്ററിന് കേവലം 350 രൂപ മാത്രം വില വരുന്ന 70,000 ലിറ്റർ ക്രമക്കേട് നെയ്യ് ഇത്തരത്തിൽ ശബരിമലയിൽ എത്തിച്ചതായി ക്ഷീരവികസന വകുപ്പ് കണ്ടെത്തുന്നു. മിൽമ നേരിട്ട പാൽക്ഷാമം പരിഹരിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ നിന്നും കേരളത്തിലേക്ക് പാൽ എത്തിക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇതിനായി പരസ്യ ടെൻഡർ നടപടികൾ സ്വീകരിക്കാതെ ഉയർന്ന നിരക്കിൽ സ്വകാര്യ ടാങ്കറുകൾക്ക് വഴിവിട്ട കരാർ അനുവദിക്കുകയായിരുന്നു. ഈ ക്രമക്കേടിലൂടെ മാത്രം തിരുവനന്തപുരം മേഖലാ യൂണിയന് 93.4 ലക്ഷം രൂപയുടെ വൻ സാമ്പത്തിക നഷ്ടം സംഭവിച്ചതായി സഹകരണ ഓഡിറ്റിൽ വ്യക്തമാക്കുന്നു. കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത കണ്ടല മുൻ ബാങ്ക് പ്രസിഡന്റും മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ മുൻ ചെയർമാനുമായ എൻ ഭാസുരാംഗൻ കൺവീനറായ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കാലത്താണ് ഈ വിവാദ ടാങ്കർ ടെൻഡർ അനുവദിച്ചത്. KR മോഹനൻ പിള്ള, VS പത്മകുമാർ എന്നിവരായിരുന്നു അന്ന് കമ്മിറ്റിയിലെ അംഗങ്ങൾ. ഏതായാലും ശബരിമല തട്ടിപ്പിനുള്ള ഒരു പ്രധാനപ്പെട്ട ആയുധമായി CPM ഉപയോഗിക്കുകയായിരുന്നു. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ മോഷണം പോയതും ശബരിമലയിൽ അതുപോലെ തന്നെ മറ്റു പല തട്ടിപ്പുകൾ നടത്തിയതും ഇടതുപക്ഷ ഭരണസമിതിയുടെ കാലത്ത് തന്നെയാണ്. ഇടതും വലതുമെല്ലാം എന്നും ശബരിമലയെ വിവാദ കേന്ദ്രങ്ങളായി നിലനിർത്തുന്നുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഏതായാലും PS പ്രശാന്തിനെ കൂടി അറസ്റ്റ് ചെയ്തതോടുകൂടി കൂടുതൽ അന്വേഷണത്തിൽ കൂടുതൽ ഉന്നതരിലേക്ക് എത്തിച്ചേരും എന്ന് യാതൊരു സംശയവുമില്ല. SIT കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തുന്നത് ഇപ്പോഴാണ് എന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും ഭാസുരാംഗന്റെ തട്ടിപ്പ് സഹകരണ ബാങ്ക് കൊണ്ട് മാത്രം തീരുന്നതല്ല എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ശബരിമലയിൽ തൊട്ടവരെല്ലാം പുള്ളി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശബരിമലയിലേക്കും മഹാരാഷ്ട്രയിലെ പാൽ ടെൻഡറും ഒക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളായി വരുമ്പോൾ ഭാസുരാംഗൻ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ഈ മഹാരാഷ്ട്രയിൽ നിന്നുള്ള പാൽ ടെൻഡർ എടുത്തത് ഭാസുരാംഗന്റെ കാലത്തായിരുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യവുമാണ്.